ഓക്കെ. ഈ കാടിനോട് ചേർന്ന് നായകളെ വളർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ റൺ ചെയ്യുന്ന ഷെൽട്ടർ കാടിനോട് ചേർന്നിട്ടാണ്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഷെൽട്ടർ ആദ്യം ഒരു റെസിഡൻഷ്യൽ ഏരിയയിലായിരുന്നു. അപ്പൊ അവിടെ കുറച്ചൊരു 100 മീറ്റർ അപ്പുറത്തൊക്കെ വീടുകളുണ്ട്. അപ്പൊ ഈ നായകൾ കുരയ്ക്കുമ്പോൾ ശല്യമാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് സ്റ്റോപ്പ് മെമ്മോ ഒക്കെ വന്ന് ഞങ്ങള് ഡോഗ്സിനെ എടുത്ത് ഒരു വനാതിർത്തിയോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് ഒരു 1.5 ഏക്കർ സ്ഥലം ഞങ്ങൾ ലീസിന് എടുത്ത് ഡോഗ്സിനെ മുഴുവൻ 200 സംതിങ് ഡോഗ്സിനെ ഞങ്ങൾ അങ്ങോട്ട് മാറ്റി. അങ്ങോട്ട് മാറ്റിയതിന്റെ പിറ്റേ ദിവസം എന്താ ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓൾറെഡി NOCക്ക് വേണ്ടിയിട്ട് ഇവർക്ക് എല്ലാ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റിന്റെ കൂപ്പ് റോഡ് സൈഡിലൂടെ പോകുന്നത് കൊണ്ട് അവരുടെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് നമ്മൾ ഈ ഡോഗ്സിനെ ഇങ്ങോട്ട് മാറ്റി അവരുടെ പെർമിഷനോട് ഓറൽ പെർമിഷനോട് കൂടെ തന്നെയാണ് നമ്മൾ മാറ്റിയത്. കാരണം അതിന്റെ ഫയൽസ് ഒക്കെ മൂവ് ചെയ്യാനായിട്ട് സമയം എടുക്കുന്നത് കൊണ്ടും പിന്നെ ആ ഒരു പ്രദേശത്ത് നിന്ന് റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് ഇമ്മീഡിയറ്റ്ലി നായകളെ മാറ്റേണ്ടതുള്ളത് കൊണ്ടും ഞങ്ങൾ പെട്ടെന്ന് തന്നെ നായകളെ മാറ്റി. അപ്പൊ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രശ്നം ഉണ്ടാക്കി. മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഫോറസ്റ്റും സ്റ്റോപ്പ് മെമ്മോ തരികയാണ് ഉണ്ടായത്. അപ്പൊ സ്റ്റോപ്പ് മെമ്മോയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നായകൾ ഈ എൻക്ലോഷേഴ്സ് പൊളിച്ച് വനാതിർത്തിയിലോട്ട് കയറിപ്പോയി അവിടെയുള്ള ആനിമൽസിന് പകർച്ചവ്യാധികൾ വരുത്തിയേക്കാം, അല്ലെങ്കിൽ പുലി അട്രാക്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ ആന വന്ന് എൻക്ലോഷർ പൊളിച്ചു കഴിഞ്ഞാൽ ഈ നായകളെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള ഒരു അൺസർട്ടനിറ്റീസ് കൊണ്ട് സ്റ്റോപ്പ് മെമ്മോ തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ തന്നത്. ഞങ്ങൾ എൻ്റെ ഹൈക്കോടതിനെ അപ്രോച്ച് ചെയ്ത് ഹൈക്കോടതി ആ സ്റ്റോപ്പ് മെമ്മോ സ്റ്റേ ചെയ്ത് ഞങ്ങൾ ഇതുവരെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഞങ്ങളുടെ ഓർഡർ ഇപ്പൊ തീർന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി മാറേണ്ടതുണ്ട്. അപ്പൊ കേരളത്തില് തെക്ക് തൊട്ട് വടക്കോട്ട് വരെ എല്ലാ ജില്ലകളിലും സ്ഥലം അന്വേഷിച്ച് എവിടെയും സ്ഥലം കിട്ടാനില്ല. സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം മുടക്കുന്നത് അവിടുത്തെ മെമ്പർ ആയിരിക്കും. മെമ്പർ ഓടി വന്ന് അവിടെയുള്ള ആളുകളെയൊക്കെ കൂട്ടി അത് മുടക്കും. ഇവിടെ നായ വന്ന ആകെ പ്രശ്നമാവട്ടാന്ന് പറഞ്ഞാൽ ആകെ ചർച്ചയായി ബഹളായി പിറ്റേ ദിവസം അതിന് സ്ഥലം ഉണ്ടാവില്ല. ഇപ്പൊ ഞങ്ങൾ അടുത്ത സംസ്ഥാനത്തോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൽ സ്ഥലമില്ല. അന്യ സംസ്ഥാനത്തോട്ട് നായകളെ മാറ്റാനായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ്ലി മാറ്റും ഞങ്ങള്. അപ്പോൾ കേരളത്തിലെ നായകൾക്ക് നിൽക്കാൻ സ്ഥലമില്ല. ഷെൽട്ടറിൽ നിൽക്കാൻ പറ്റില്ല, റോഡിൽ നിൽക്കാൻ പറ്റില്ല, വേറെ എവിടെയും നിൽക്കാൻ പറ്റില്ല. വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാക്സിൻ മാഫിയയുടെ പണം വാങ്ങുന്നതായി. അപ്പൊ ഈ നായ എന്ന് പറയുന്ന ജീവി പിന്നെ എവിടെ നിൽക്കും? തൃശങ്കൂരിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. നായക്ക് ഭൂമിയിൽ തന്നെ ജീവിക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ABC റൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ABC റൂൾ ഫലപ്രദമല്ല എന്ന് മന്ത്രി തന്നെ പറയുന്നത്. മന്ത്രി പറയുന്ന ഫലപ്രദമല്ലാത്ത കാര്യങ്ങൾ അവർ കോടതിയിൽ ഫയൽ ചെയ്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CCTV ക്യാമറ വെക്കാൻ പറ്റുന്നില്ല, ശാശ്വത പരിഹാരമല്ല. CCTV ക്യാമറ വെക്കുന്നത് പ്രായോഗികമല്ല. പിന്നെ AC വെക്കുന്നത് പ്രായോഗികമല്ല, ഡോക്ടറെ വെക്കുന്നത് പ്രായോഗികമല്ല. ഇതൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് ABC സെന്റർ വർക്ക് ചെയ്യുക? CCTV വെക്കാൻ എന്താണ് പ്രായോഗികത കുറവ്? കാശുണ്ട്. 98 കോടി രൂപ കൊടുത്തിട്ട് 13 കോടി രൂപയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതിൽ CCTV ക്യാമറ വെക്കാൻ എത്ര 10-15 രൂപയാവും ക്യാമറ വെക്കാനായിട്ട്. അത് വെക്കാൻ എന്താ അപ്രായോഗികത? ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന മുഴുവൻ നാട്ടുകാർ കാണും എന്നുള്ള പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമാണ് അപ്രായോഗികത, വേറെ ഒന്നും പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെയാണ് അഫിഡവിറ്റ് ആയിട്ട് കോടതിയിൽ ഫയൽ ചെയ്ത് ഇപ്പൊ വാദം കേട്ടുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ. അപ്പൊ ഈ അപ്രായോഗികത എന്താണെന്നുള്ളത് ഇവർക്ക് തന്നെ അറിയില്ല. അപ്പൊ ഞാൻ വേറൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, പ്രായോഗികമായിട്ടുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ഞങ്ങളിപ്പോ വിവരാവകാശം വെച്ചെടുത്തതിൽ കേരളത്തിലുള്ള ഒരു മൃഗാശുപത്രികളിലും ഒരു ഫെസിലിറ്റീസും ഇല്ല. അതായത് ഒരു ബിൽഡിംഗ് ഉണ്ടായിരിക്കും, ഒരു ചെറിയൊരു 800 സ്ക്വയർ ഫീറ്റ് ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അതിൽ ഡോക്ടർക്ക് ഇരിക്കാനായിട്ട് ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അവിടെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു റൂം ഉണ്ടായിരിക്കും. ഒരു വരാന്തയിൽ ഒരു ടേബിൾ ഇട്ടിട്ട് അവിടെ ഏത് ജീവിനെ കൊണ്ടുവച്ചാൽ അതിന്റെ മുകളിൽ കയറ്റി ഇരുത്തി ചികിത്സിച്ച് കൊണ്ടുവിടും. പശു വരികയാണെങ്കിൽ അതിന് കൃത്രിമ ബീജസങ്കലനം, കന്നുകുട്ടി പരിപാലനം, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് അതിനെ തിരിച്ചുവിടും. അല്ലാതെ അവിടെ വേറൊരു സംവിധാനവും ഇല്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ മൃഗാശുപത്രികൾക്കും ഒരു 20 സെന്റോളം സ്ഥലമുണ്ട്. ആ മൃഗാശുപത്രിയുടെ അടുത്ത് സാധാരണ മൃഗാശുപത്രികളുടെ അടുത്ത് വീടൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ മൃഗാശുപത്രികളുടെ മുകളിൽ എല്ലാവരും കാശ് മുടക്കി ട്രസ്സും പണിതിട്ടുണ്ട്. ആ ട്രസ് പണിതതിന്റെ ഉള്ളിൽ ഒരു 10-20 കൂട് വെച്ച് അതിന്റെ താഴത്ത് ഒരു 1000 സ്ക്വയർ ഫീറ്റ്, 1000 ഒന്നും വേണ്ട, ഒരു 250 സ്ക്വയർ ഫീറ്റിൽ ഒരു ചെറിയൊരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു ഡോക്ടറെയും ഒരു പാരാവെറ്റിനെയും ഒരു ക്ലീനറിനെയും പ്രൊഫഷനായിട്ടോ അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിസിലോ എടുത്തിട്ട് ആ പഞ്ചായത്തിലുള്ള 100-200 നായകൾ ഒരു കൊല്ലം കൊണ്ട് വന്ധീകരിച്ചുകൂടാ. എത്രയോ ഡോക്ടർമാർ പഠിച്ചിറങ്ങുന്നുണ്ട് ഒരു കൊല്ലം. ഇപ്പൊ പറയും 2000 സർജറി ചെയ്ത എക്സ്പീരിയൻസ് വേണമെന്ന് പറയും മന്ത്രി. 2000 സർജറി വേണ്ട, ഓൾറെഡി ആനിമൽ വെൽഫെയർ ബോർഡ് 500 സർജറി ആക്കി കുറച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഷെൽട്ടറിൽ സർജറി ചെയ്യാൻ വരുന്ന ഡോക്ടർക്ക് തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ ഷെൽട്ടറിൽ തന്നെ 10-200 നായകളെയും ഞങ്ങൾ പുറത്ത് വിട്ടിട്ടുള്ള നായകളെയും അതിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 10-600 നായകളെ ഞങ്ങൾ തന്നെ ഒരു കൊല്ലം വന്ധീകരിക്കുന്നുണ്ട്. ഇതൊന്നും കണക്കിൽ പെടാത്തതാണ്. അതുപോലെ നിരവധി സംഘടനകൾ ചെയ്യുന്നുണ്ട്, നിരവധി ഇൻഡിവിജ്വൽ ഫീഡേഴ്സ് ചെയ്യുന്നുണ്ട്, നിരവധി മൃഗസ്നേഹികൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അവരുടെ സ്വന്തം പൈസ കൊണ്ട്. അതൊന്നും അക്കൗണ്ട് ചെയ്യാതെ നമ്മളൊന്നും കൂട്ടാതെ നമ്മൾ ഒരു മീറ്റിങ്ങിന് നമ്മളെ വിളിക്കില്ല, ഒരു പരിപാടിക്ക് നമ്മളെ വിളിക്കില്ല. നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മളെടുത്ത് ചോദിക്കില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ പട്ടി സ്നേഹി വാക്സിൻ മാഫിയയുടെ ആളുകൾ എന്ന് പറഞ്ഞ് ബിജു പ്രഭാകരനെ പോലുള്ള ആളുകൾ മാറ്റി നിർത്തുകയാണ്. അപ്പൊ ഇവർക്കൊന്നും ഇതിലൊരു ഡാറ്റയും ഇല്ല. ഈ വാക്സിൻ മാഫിയയുടെ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എനിക്കറിയില്ല, കേരളത്തില് ഞങ്ങൾക്കൊരു ഫെഡറേഷൻ ഉണ്ട്. അതിൽ ആർക്കും ഇതുവരെ വാക്സിൻ മാഫിയയുടെ കയ്യിൽ നിന്ന് ഒരു വാക്സിൻ പോലും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങൾ എല്ലാ വാക്സിനും അതിന്റെ MRP-യിൽ നിന്ന് ഒരു 5-10% കടകളിൽ കൊടുക്കുന്ന അത്രയും ശരി, ശരി, ഡിസ്കൗണ്ടിലാണ് നമ്മൾ വാങ്ങി നമ്മുടെ നായ്ക്കൾക്ക് എടുക്കുന്നത്. അപ്പൊ ഈ ശരി, ശരി, പറയുന്ന ആരോപണത്തിന് ഒരു കണക്കുമില്ല, ഒരു ഡോക്യുമെന്റും ഇല്ലാണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിജു പ്രഭാകരനെ പോലെയുള്ള ശരി, ഒരു ശരി, IAS എവിടെയാ? ഓഫീസർ. അപ്പൊ അത് ശരി, ശരി, നമ്മളൊക്കെ ശരി. നിരാകരിക്കുകയാണ് ആ ഒരു ആരോപണം.